വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിന്റെ അപ്പുറം കാണാനുമുള്ള ശേഷി അവരാർജിക്കുക. അതാണ് ഒന്നാമത്തെ ചുമതല. കാരണം ഇനി എന്തൊക്കെയാ ഒരു കൊല്ലക്കാലം നിങ്ങളെല്ലാം കൂടി വിളിച്ചു പറയാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. അത് ജനങ്ങൾക്കും വ്യക്തത ഉണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം ആ വ്യക്തത ഉണ്ടായിട്ടുണ്ട്, ഈ പ്രാവശ്യവും ആ വ്യക്തത ഉണ്ടാവും. കാരണം കേരളം ഊന്നുന്നത് ഒരു നവകേരളത്തെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ 57 മുതൽ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിമാരായി മന്ത്രിമാരായി മന്ത്രിസഭ കൈകാര്യം ചെയ്തതിന്റെ തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് വരികയാണ്. ആ മുന്നോട്ടേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് 2ാം ടേമിന്റെ 4 കൊല്ലം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള ഒരു വർഷം മാത്രമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്, ഒരു 10-20 വർഷക്കാലം ഈ കേരളത്തിലെ ലോകത്തിലെ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാണുന്നത്. അതിനടിസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഒരു ജ്ഞാന സമൂഹമാണ്. കേരളത്തിലെ ഒരു ജ്ഞാന സമൂഹമാക്കി രൂപപ്പെടുത്തുക. അത് ജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറയുന്നത്, അതിന്റെ ഒപ്പം ചേർത്ത് പറയുന്നത് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള മൂലധന ശേഷി രൂപപ്പെടുത്തലാണ്. കാരണം കിഫ്ബി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അടിസ്ഥാന സൌകര്യത്തിന് വേണ്ടി 90,000 കോടിയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ കേരളത്തിന്റെ മുഖചിത്രമാകെ അടിസ്ഥാന സൌകര്യം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ എയർപോർട്ട് തുടങ്ങി നിരവധിയാണ് ഇതിന്റെ ഒപ്പം ചേർത്ത് പറയാനുണ്ട്. ഈ വികസനത്തിന്റെ ഒപ്പം ഇത് അവസാനിക്കില്ല. കേന്ദ്രം തരേണ്ടുന്ന പണം തന്നില്ലെങ്കിലും ചുരൽമലയിലുണ്ടായ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളം അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായിപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിതമായി ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ടൌൺഷിപ്പോടുകൂടി ഞങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനു വേണ്ടി പുനഃസംവിധാനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.